യുഎയുടെ പ്രിയങ്കരിയായ എഴുത്തുകാരി നമുക്കേറെ സുപരിചിതയായ ഷീല പോൾ മാമിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിരവധി രചനകളിലൂടെയും ഒട്ടനവധി അംഗീകാരങ്ങളിലൂടെയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ സ്വാധീനിച്ചൊരു മികച്ച എഴുത്തുകാരി കൂടിയാണ് ഷീല പോൾ. മാസ്റ്റർ വിഷൻ ഇന്റർനാഷണൽ ഒരുക്കുന്ന ഒരുപാട് വേദികളിൽ നിറ സാന്നിധ്യം കൂടിയായിരുന്നു. മാമിനെ വളരെ ബഹുമാനപുരസ്സരം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷീല പോൾ ഭാവുകങ്ങൾ നേരുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ മക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞങ്ങളിവിടെ ഈ മതസൗഹൃദത്തിൻ്റെ പുണ്യഭൂമിയിൽ നിസ്കാരങ്ങളും നോമ്പും ഇഫ്താറും സൽക്കർമ്മങ്ങളും ഒക്കെയായി അതിരാത്രത്തിൻ്റെ ദിനങ്ങൾ ഞങ്ങളിങ്ങനെ ഉരുവഴിച്ച് ഇന്നിപ്പം നമ്മൾ പെരുന്നാളിൻ്റെ നിറവിൽ വന്നെത്തിയിരിക്കുന്നു. ഇന്ന് തന്നെ റഫീഖ് ഇങ്ങനൊരു പ്രോഗ്രാം വെച്ചതിൽ ഇത് 6ാമത്തെ പ്രോഗ്രാമാണ്. റഫീഖിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൻ്റെയും നീതിയുടെയും ഒരു പ്രവാചകൻ തന്നെ പറയാം. അതിനീതിമാനായ മനുഷ്യൻ. സത്യത്തിൽ ഞാൻ ചിലപ്പോൾ വഴക്ക് പറയാറുണ്ട്. മനസ്സ് നിറയെ എനിക്ക് ടെൻഷൻ വരാറുണ്ട് ഓരോ പ്രോഗ്രാമും നടത്തുമ്പം. പക്ഷേ എല്ലാ പ്രോഗ്രാമുകളും ഉജ്ജ്വലമാവാറുണ്ട് എന്നുള്ളതാണ്. അത് ഞങ്ങളെപ്പോലുള്ള ഫ്രണ്ട്സിൻ്റെ, ഒരു അമ്മയുടെ സ്ഥാനത്തിരിക്കുന്ന, ഒരു ചേച്ചിയുടെ സ്ഥാനത്ത്, ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഞങ്ങൾ ആളുകളുടെ തന്നെ പ്രാർത്ഥനയാണെന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. പിന്നെ സത്യത്തിൻ്റെ കൂടെയാണ് ദൈവം. ദൈവം ഇരുട്ടിൽ വെളിച്ചം ഉദിപ്പിക്കുന്നു എന്നാണ്. അപ്പം എല്ലാ പ്രോഗ്രാമും വളരെയധികം വീണ്ടും വീണ്ടും ഓരോ വർഷവും നടത്തുന്ന പ്രോഗ്രാമുകൾ ഉജ്ജ്വലമാവട്ടെ, വർണ്ണശബളമാവട്ടെ. ഇതുപോലെ നിങ്ങൾ എല്ലാവരും പുതിയ പുതിയ ആളുകൾ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനോജിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് 1980 ഡിസംബർ 24 മനോജിൻ്റെ അച്ഛനും അച്ഛൻ്റെ ബ്രദറും ഞങ്ങളുടെ പള്ളിയിൽ അവരുടെ കച്ചേരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മനോജിൻ്റെ പാട്ട് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഇളം തലമുറ അവരെ ഒട്ടും മോശക്കാരാക്കിയില്ല. വളരെ നന്നായിട്ട് മനോജ് പാടുന്നു. ഭാവിയിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എനിക്ക് അരുണിനോടും അനിലിനോടും പറയാനുള്ളത്, ഇവിടെ പോലീസ് ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ നാട്ടിൽ പോയോ അവർ പ്രളയമുണ്ടായപ്പോൾ, അതുപോലെ തന്നെ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ സഹായിച്ച ഞങ്ങൾ ഇവിടുത്തെ ഓരോ ആളുകളും അവരുടെ പോക്കറ്റ് കാലിയാക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങളും പണവും. അതുപോലെ 5 പ്ലെയിൻ ഞങ്ങൾ ചാർട്ടർ ചെയ്തു. ഞങ്ങൾ അക്കാഫ് തന്നെ 5 പ്ലെയിൻ ചാർട്ടർ ചെയ്ത് ഇവിടുന്ന് പേഷ്യൻസ് ആയിട്ടുള്ളവർ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനെ, അങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾ നാട്ടിലേക്ക് അയച്ചു. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്നാണ്. എയർപോർട്ട് വരുമ്പം PCR ടെസ്റ്റും അല്ലാത്ത, ഇപ്പം എനിക്ക് തോന്നുന്നു കൊറോണ ഇല്ല എങ്കിൽ പോലും ക്വാറൻറ്റൈനും മറ്റേതും മറിച്ചതും പറഞ്ഞ് എത്രയോ പണമാണ് എയർപോർട്ടിൽ ഞങ്ങളെ പിഴിഞ്ഞെടുക്കുന്നത്. അത് നിങ്ങളൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വാദിച്ചാൽ വേണ്ടില്ല. അറിയാം നിങ്ങൾ മീഡിയക്കാർക്ക് അവിടെ വലിയ വോയിസ് ഒന്നും ഇല്ല എന്ന്. പക്ഷേ ഏറ്റവും കൂടുതൽ നാടിനെ സ്നേഹിക്കുകയും ആ ഓർമ്മകൾ എപ്പോഴും സദാ ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുകയും ആ ബാല്യകാലങ്ങളും ആ ശൈശവവും യൗവനത്തിലായിരിക്കാം ഇവിടെ എത്തുന്നത്. ഇവിടെ ആ വീട്ടുകാരെ മാത്രമല്ല, ഞങ്ങളെപ്പോലെ കുടുംബങ്ങളായി ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, ഓക്കെ, കഷ്ടപ്പെടുത്തിക്കോ. പക്ഷേ ഇവിടെ ബാച്ചിലേഴ്സായിട്ട് വന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ കുടുംബവും വിട്ട് അവരുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. അവസാനം രോഗികളായി
കഷ്ടപ്പെട്ട് ഇവിടുന്ന് നാട്ടിലെത്തുമ്പം അവർക്ക് എന്താണ് മിച്ചം, അതോടെ നിങ്ങൾ പത്രക്കാരൊന്ന് ആലോചിച്ച് അവിടെ ഒരു തീരുമാനമെടുക്കണം. ഞങ്ങൾക്ക് വേണ്ടി വാദിക്കണം. ഓക്കെ, താങ്ക് യു.